റിപ്പീറ്റഡ് ആയിട്ട് പ്രഗ്നൻസി ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് റിപ്പീറ്റഡ് ആയിട്ട് പ്രഗ്നൻസി ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് എന്ത് കാരണം കൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻസ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പൊതുവെ 5 കാരണങ്ങൾ കൊണ്ടാണ് അബോർഷൻസ് സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അനാറ്റമിക്കൽ കോസ് ആണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ, അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമോ ആയിരിക്കാം നിങ്ങൾക്ക് അബോർഷൻ സംഭവിച്ചിട്ടുണ്ടാവുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിക്കൽ കോസ് ആണ്. അതായത് നിങ്ങളുടെ ബോഡി തന്നെ ആ പ്രഗ്നൻസിനെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ജെനറ്റിക് കോസ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ജനിതക വൈകല്യങ്ങൾ അല്ലെങ്കിൽ ജനിതക കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അബോർഷൻ സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്. നാലാമത്തേതെന്ന് പറയുന്നത് ഹോർമോണൽ ഇഷ്യൂസ് ആണ്. അതായത് തൈറോയ്ഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ PCOD കാരണമുള്ള മറ്റ് പല ഹോർമോണൽ ഇഷ്യൂസ്, അതും അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള ആൾക്കാരിലും ഇങ്ങനെയുള്ള അബോർഷൻസ്, റീകറന്റ് അബോർഷൻസ് കണ്ടുവരാറുണ്ട്. അഞ്ചാമത്തേതെന്ന് പറയുന്നത് ത്രോംബോട്ടിക് എഫക്റ്റ് ആണ്. അതായത് നിങ്ങളുടെ രക്തക്കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുന്നത് കൊണ്ടുള്ള അബോർഷൻസ് ആണ്. ഇതിലേതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ആയിരിക്കാം നിങ്ങൾക്ക് അബോർഷൻ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഏത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് അബോർഷൻ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീകറന്റ് അബോർഷൻസ് ഒഴിവായി കിട്ടുന്നതാണ്.